ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധി പുതിയൊരു വീട് മേടിക്കാൻ തീരുമാനിച്ചു. അതിനായി സുധി പാർക്കിൽ കണ്ടുമുട്ടാറുള്ള ഫ്രണ്ട് വഴി വീട് കണ്ടുപിടിച്ചു. അങ്ങനെ സുധിയും ശ്രുതിയും ആ വീട്ടിൽ എത്തിച്ചേരുകയാണ്. വീട്ടിലെ ഓണർ എന്ന് പറയുന്ന ആളും വൈഫും വീട് മുഴുവൻ കാണിക്കുകയും ഡോക്യുമെൻറ്റ്സ് എല്ലാം സുധിയെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓണർ പറയുന്നുണ്ട്, ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവല്ലോ, ഇതിന് ഏകദേശം 5 കോടി രൂപ വരും. നിങ്ങളെ കണ്ടാൽ നല്ല മനുഷ്യരായി തോന്നുന്നു, അതുകൊണ്ട് നിങ്ങൾ 3 കോടി രൂപ തന്നാൽ മതി. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ സാർ 5 കോടി വിലയുള്ള വീടിന് 3 കോടി മാത്രം മതിയെന്ന് പറയുന്നത്? വീടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അപ്പോൾ ഓണർ പറയുകയാണ്, അതൊന്നുമില്ല മാഡം, ഞങ്ങൾ വീടെടുത്തപ്പോൾ 2 കോടിയേ ആയുള്ളൂ. പിന്നീടാണ് ഈ സ്ഥലത്തിൻ്റെ വാല്യൂ കൂടിയത്, അതുകൊണ്ടാണ് ഞാൻ 3 കോടി മതിയെന്ന് പറഞ്ഞത്. ഈ വീട് വാങ്ങുന്നവർ നല്ല ആളുകളായാൽ മതി, പണം ഒന്നും സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് എന്താ പ്രയോജനം? ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സാർ എനിക്ക് ഉടനെ 3 കോടി തരാൻ പറ്റില്ല, ബാങ്ക് ലോൺ ട്രൈ ചെയ്യുന്നുണ്ട്, അത് കിട്ടണം. അപ്പോൾ ശ്രുതി പറയുകയാണ്, അതെ സാർ, നിങ്ങൾക്ക് കുറച്ച് ടൈം തരാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, ഞങ്ങൾ ആദ്യം മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു, പിന്നീടാണ് ഇവരിടം വരെ എത്തിയത്. എനിക്ക് ചെറിയൊരു ടാക്സ് പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപ ഇപ്പോൾ തരാൻ പറ്റുമോ? ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുകയാണ്, 50 ലക്ഷം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല സാർ, 30 ലക്ഷമുണ്ട്, അത് ഞാൻ തന്നാൽ മതിയോ? അപ്പോൾ ഓണർ പറയുന്നുണ്ട്, 20 ലക്ഷം കൂടി വേണമായിരുന്നു, സാരമില്ല, 30 ലക്ഷം തന്നാൽ മതി. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, സാർ പൈസ തന്നാൽ ഇതിൻ്റെ എഗ്രിമെൻ്റൊക്കെ എങ്ങനെ? എനിക്ക് ബാങ്കിൽ പോയി ലോണിന് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അപ്പോൾ ഓണർ പറയുന്നുണ്ട്, ഞാൻ ഡോക്യുമെൻറ്റ്സും സെയിൽസ് ഡീഡും എല്ലാം നിങ്ങൾക്ക് തരാം, ഫസ്റ്റ് നിങ്ങൾ 30 ലക്ഷം തരണം, ബാക്കി 6 മാസം കൊണ്ട് തന്നാൽ മതി, അതിനും ഞാൻ നിങ്ങൾക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് തരാം. അപ്പോൾ ശ്രുതി സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ 6 മാസം ഈ വീട് ഞങ്ങൾക്ക് ഉപയോഗിക്കാമോ? അപ്പോൾ ഓണർ പറയുകയാണ്, 30 ലക്ഷം നിങ്ങൾ തരുന്നതോടുകൂടി ഈ വീട് നിങ്ങളുടേതായി, ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കീയും തരും, പിന്നെ ഈ വീടിൻ്റെ കീയും നിങ്ങളുടേതായി. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും വളരെ സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ശ്രുതിയും സന്തോഷത്തോടെ അവിടുന്ന് പോവുകയാണ്. അവർ അവിടുന്ന് പോയതോടുകൂടി ഓണറും വൈഫും വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ചിരിക്കുകയാണ്. കാരണം അത് ശരിക്കും അവരുടെ വീടല്ലായിരുന്നു, അവരവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ മാത്രമാണ്. അങ്ങനെ അവർ ചിന്തിക്കുന്നത്, 30 ലക്ഷം രൂപ കിട്ടിയാൽ ഈ വീടിൻ്റെ ഒറിജിനൽ ഓണർക്ക് കൊടുക്കാനുള്ള വാടക പൈസയെല്ലാം കൊടുത്തു തീർത്തിട്ട് ബാംഗ്ലൂർ പോയി ഇതുപോലത്തെ ഒരു വാടക വീട് എടുത്ത് സെറ്റിലാകാനാണ്. പാവം ശ്രുതിയും ഇതൊന്നും അറിയാതെയാണ് വീട് എടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ശ്രുതി വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടുമായി പറയുന്നുണ്ട്, ഞങ്ങളൊരു വീട് കണ്ടു, അത് ഞങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. ആ വീടിൻ്റെ മാർക്കറ്റ് 5 കോടി രൂപയാണ്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി സന്തോഷത്തോടെയും ആശ്ചര്യത്തോടെയും ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, 5 കോടി രൂപയോ? എന്നിട്ട് നീ ആ വീട് വാങ്ങാൻ തീരുമാനിച്ചോ? അപ്പോൾ ശ്രുതി പറയുകയാണ്, അമ്മേ 5 കോടി രൂപയാണ് അവർ പറയുന്നത്, പക്ഷേ നമുക്ക് 3 കോടി രൂപയ്ക്ക് തരും. അപ്പോൾ സച്ചി പറയുകയാണ്, 5 കോടി രൂപയുടെ വീട് 3 കോടിക്ക് തരുമെന്നോ? എടാ, സാധാരണ വില കൂട്ടിയല്ലേ പറയുന്നത്, ഇതെന്താ ഇങ്ങനെ? ഇതിലെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട്, അതേ ശ്രുതി, ഒരു 10-15 ലക്ഷമൊക്കെ കുറവ് വരുത്തും. ശരിയാ, ഇതെങ്ങനെയാ 2 കോടിയൊക്കെ കുറയ്ക്കുന്നത്? അപ്പോൾ സച്ചി പറയുകയാണ്, അത് ശരിയാടാ, ഇത്രയും രൂപ കുറയ്ക്കണമെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ശ്രുതി പറയുകയാണ്, വീട് എന്തായാലും ഞാൻ വാങ്ങാൻ തീരുമാനിച്ചു, അതിൻ്റെ അഡ്വാൻസും കൊടുത്ത് ഈ ആഴ്ചയിൽ തന്നെ വീട് വാങ്ങണം. അപ്പോൾ സച്ചി പറയുകയാണ്, 3 കോടി കൊടുത്ത് ഈ ആഴ്ചയിൽ തന്നെ വീട് വാങ്ങണമെന്നോ? ശ്രുതി മേഡത്തിന് മലേഷ്യയിലുള്ള അച്ഛൻ പൈസ തന്നോ? അതാണോ ഇത്രയും പെട്ടെന്ന് വാങ്ങുന്നത്? ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിയും സന്തോഷത്തോടെ ശ്രുതിയോട് ചോദിക്കുകയാണ്, അതെയോ ശ്രുതി, നിന്റെ മലേഷ്യയിലുള്ള അച്ഛനാണോ പൈസ തന്നത്? അപ്പോൾ ആകെ വെപ്രാളത്തോടെ ശ്രുതി പറയുകയാണ്, ആൻറ്റി അതൊന്നുമില്ല, അച്ഛനൊന്നും പൈസ തന്നിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ഇല്ലയോ എന്ന് ചോദിച്ച് വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ സച്ചി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാ 3 കോടി? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, 3 കോടിയൊന്നും കയ്യിലില്ല, അഡ്വാൻസ് തുക 30 ലക്ഷം കൊടുത്ത് നമുക്ക് വീട്ടിൽ കയറാം, ബാക്കി 6 മാസം കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ചന്ദ്രമതി വളരെ സന്തോഷത്തോടെ ശ്രുതിയോട് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി ശ്രുതി, നീ എപ്പോൾ ശ്രുതിയെ കല്യാണം കഴിച്ചോ അപ്പോൾ മുതൽ നിൻ്റെ ഉയർച്ചയാണ്. അപ്പോൾ ശ്രീകാന്ത് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, അമ്മ എപ്പോഴും അവനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാ? ഞങ്ങളൊന്നും അമ്മയുടെ മക്കളല്ലേ? ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എടാ, അതുകൊണ്ടല്ല, ഇവൻ്റെ ജാതകത്തിലുണ്ട് ഇവൻ വലിയ പണക്കാരനായി ജീവിക്കുമെന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി വളരെ സന്തോഷത്തോടെയും അഹങ്കാരത്തോടെയും അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ശ്രുതി പറയുകയാണ്, അമ്മേ, ഞാൻ വിചാരിച്ചതെല്ലാം നടക്കും, പെട്ടെന്ന് തന്നെ ആ വീടിന് അഡ്വാൻസ് കൊടുക്കണം.
എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ വീട്ടിൽ താമസിക്കണം. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതി പറയുകയാണ്, ആ വീടെന്ന് നമുക്ക് എല്ലാവർക്കും പോയി കാണണം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കണ്ടാൽ മാത്രം പോരാ, നമ്മൾ അവിടെ 2 ദിവസം താമസിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ വർഷ ചോദിക്കുകയാണ്, അവിടെ അങ്ങനെ താമസിക്കാൻ പറ്റുമോ? ശ്രുതി പറയുന്നുണ്ട്, ഓണർ പറഞ്ഞു നിങ്ങൾക്ക് ഈ വീട് സെറ്റ് ആയോന്ന് നോക്കാൻ 2 ദിവസം മൊത്തം ഫാമിലീസോട് കൂടി വന്ന് ഇവിടെ താമസിച്ചോളാൻ. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, എല്ലാം കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം, ഒന്നിലും കുഴപ്പമുണ്ടാകരുത്, എല്ലാവരും വീട്ടിൽ പോകാൻ റെഡിയാകുമെന്ന് പറഞ്ഞ് ശ്രുതി അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും അമ്പലത്തിൽ വെച്ച് അഡ്വാൻസ് കൊടുക്കുന്നതാണ്. അങ്ങനെ ബാക്കി അഡ്വാൻസ് പിന്നീട് തരാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ചന്ദ്രമതിയും ശ്രുതിയുമാണെങ്കിൽ 2 ദിവസം വീട്ടിൽ താമസിക്കേണ്ട ഡ്രസ്സും തുണിയും എല്ലാം എടുത്തു വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും കുടുംബത്തെ മൊത്തം വീട് കാണിക്കാൻ കൊണ്ടുപോകുന്നതാണ്. വീട് കാണുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ഒന്നും പറയാനാകാത്ത വിധം സന്തോഷമാകുന്നുണ്ട്. ചന്ദ്രമതിക്ക് എന്ത് പറയണമെന്നറിയില്ല. കാരണം ചന്ദ്രമതിക്ക് അത്രയും വലിയ കൊട്ടാരം പോലത്തെ വീടാണ് കണ്ടത്. അങ്ങനെ ശ്രുതി ചന്ദ്രമതിയോടും എല്ലാവരോടും വീടിനുള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. വീടിനുള്ളിൽ കയറിയപ്പോഴേക്കും ചന്ദ്രമതി ആകെ അന്തം വിട്ട് ഇത് വലിയ ഹോട്ടൽ പോലെയുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ്. അപ്പോൾ ശ്രുതി വീട്ടിലുള്ളവരെ എല്ലാം ഓണറെ കാണിക്കുകയും ഓണറെ പരിചയപ്പെടുത്തി കൊടുക്കുകയുമാണ്. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടതിന് ശേഷം അയാൾ ശ്രുതിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇതെല്ലാം എങ്ങനെ സാധിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ എനിക്കിപ്പോൾ മനസ്സിലായി, നിങ്ങളുടെ കൂടെയുള്ളത് ഇത്രയും നല്ലൊരു അമ്മയല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം നേടാൻ കഴിഞ്ഞത്. അമ്മയെ കണ്ടാൽ ശരിക്കും ലക്ഷ്മി ദേവിയെ പോലെയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി വളരെ സന്തോഷത്തോടെ പറഞ്ഞതെല്ലാവരും കേട്ടോ എന്നുള്ള രീതിയിൽ എല്ലാവരെയും നോക്കുകയാണ്. അങ്ങനെ ശ്രുതി ബാക്കി കൊടുക്കാനുള്ള അഡ്വാൻസ് എല്ലാം കൊടുത്ത് അവരതെല്ലാം മേടിച്ച് എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്ത് ഓണർ വേഗം വാങ്ങിയ അഡ്വാൻസും കൊണ്ട് വൈഫിനെയും കൂട്ടി പോവുകയാണ്. അങ്ങനെ ബാങ്കിൻ്റെ ആൾക്കാർ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, സാർ 2,70,00,000 രൂപ ഞങ്ങൾക്ക് കിട്ടുമോ എന്ന്. അപ്പോൾ ബാങ്കുകാർ പറയുന്നുണ്ട്, പ്രോപ്പർട്ടീസ് എല്ലാം വെച്ച് ഒരു 2 കോടി കിട്ടും. അപ്പോൾ 70 ലക്ഷം എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ പ്രോപ്പർട്ടീസ് മൊത്തമായി 2 കോടിക്കുള്ള വാല്യൂ ഉണ്ടെന്ന് ബാങ്കുകാർ പറയുന്നു. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സാർ ഈ വീടിന് മൊത്തത്തിൽ 5 കോടി മതിപ്പുണ്ട്, അപ്പോൾ ഒരു 2.5 കോടി തരാൻ പറ്റില്ലേ? അപ്പോൾ ബാങ്കുകാർ തീർത്ത് പറയുന്നുണ്ട്, ഇല്ല സാർ, ഈ പ്രോപ്പർട്ടീസിന് 2 കോടിയേ തരാൻ പറ്റുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആകെ വിഷമമാകുന്നുണ്ട്. അങ്ങനെ ബാങ്കുകാർ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ശ്രുതി രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ നമ്മുടെ വീടില്ലേ? അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, അതിന്? ശ്രുതി പറയുന്നുണ്ട്, ആ വീട് വിറ്റ് എൻ്റെ ഷെയർ മാത്രം എനിക്ക് തന്നാൽ മതി. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടുന്നുണ്ട്. ശ്രീകാന്ത് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഈ വീട് വിൽക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത്? അപ്പോൾ ശ്രുതി പറയുകയാണ്, എല്ലാവർക്കും എന്നാലല്ലേ ഷെയർ കിട്ടുകയുള്ളൂ, അതിന് ഞങ്ങൾ ഷെയർ ചോദിച്ചില്ലല്ലോ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ, അച്ഛാ ഈ വീട് വാങ്ങാൻ എനിക്ക് അത് ഹെൽപ്പ് ആകുമെന്ന് ശ്രുതി പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, കൂട്ടുകുടുംബമായി താമസിക്കുമ്പോൾ നിനക്കൊരാൾക്ക് മാത്രം വീട് വാങ്ങാൻ ഇരിക്കുന്ന വീട് വിൽക്കാൻ പറ്റില്ല എന്ന്. ഇങ്ങനെ രവീന്ദ്രൻ പറയുമ്പോൾ, ശ്രീകാന്തിന് റെസ്റ്റോറൻ്റ് ഉണ്ട്, സച്ചിക്ക് ട്രാവൽസ് ഉണ്ട്, എല്ലാവർക്കും കുറച്ചും കൂടി മെച്ചപ്പെടാൻ ഇതല്ലാതെ ഇതാണ് നല്ല വഴിയെന്ന് ശ്രുതി പറയുകയാണ്. അപ്പോൾ ശ്രീകാന്തും സച്ചിയും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഷെയർ വേണ്ട എന്ന്. അപ്പോൾ ശ്രുതി വീണ്ടും അച്ഛനോട് ഷെയർ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ, നിൻ്റെ അമ്മയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് അമ്മയോട് ചോദിക്കുമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അമ്മ ശ്രുതിയോട് പറയുന്നുണ്ട്, ഇല്ല ശ്രുതി, വീട് വിൽക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ വല്ല വഴി നോക്ക്, അങ്ങനെ പൈസ സംഘടിപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞ് അമ്മ അവിടുന്ന് പോവുകയാണ്. ശ്രീകാന്തിനോടും വർഷയോടും ശ്രുതി 70 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇല്ലയെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വർഷയുടെ അച്ഛൻ്റെ അടുത്ത് പൈസ ചോദിക്കാൻ. എന്നാൽ വർഷ ഇതിന് സമ്മതിക്കുന്നില്ല. ശ്രുതിയും വർഷയോട് പൈസ അച്ഛനോട് ചോദിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഒരിക്കലും അച്ഛനോട് ചോദിക്കില്ല എന്ന് വർഷ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും അവിടെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തോടെ ശ്രുതി അവിടുന്ന് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ വീടിൻ്റെ യഥാർത്ഥ ഓണർ സ്വന്തം വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും വിചാരിച്ചത് വീടിൻ്റെ നെയിം സ്ലിപ്പിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അയാളാണെന്നാണ്. കാരണം അവർ അപ്പോൾ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രുതി യഥാർത്ഥ ഓണറിനോട് പറയുന്നുണ്ട്, ബോർഡ് ശരിയായോ, ഇത്രയും പെട്ടെന്ന് ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ഓണർ ചോദിക്കുന്നുണ്ട്, ബോർഡോ? എന്ത് ബോർഡ്? അപ്പോൾ ശ്രുതി പറയുകയാണ്, നെയിം ബോർഡ് കമ്പനിയിൽ നിന്ന് വന്നതാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ വീടിന് പേരെഴുതാൻ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഓണർ
ഓണർ പറയുകയാണ്, ആരുടെ വീട്? നിങ്ങളുടെ വീടോ? ഇത് എൻ്റെ വീടാണ്. ഈ വീടിന് ആര് പേര് വയ്ക്കുന്നതെന്ന് ഓണർ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ വീടിന് പേര് വയ്ക്കുന്നു. നിൻ്റെ വീടിന് നീ പോയി പേര് വയ്ക്കുന്നു. ഓണർ അപ്പോൾ പറയുകയാണ്, ഇതാണ് എൻ്റെ വീടെന്ന് ശ്രുതി പറയുമ്പോൾ ഓണർ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി? അപ്പോൾ ശ്രുതിയും ഒരുമിച്ച് പറയുന്നുണ്ട്, ഇതിൻ്റെ ഓണറിൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഓണർ പറയുകയാണ്, അത് ഓണറൊന്നുമല്ല, ഇവിടെ വാടകയ്ക്ക് നിന്ന ആളാണ്. ഇത് കേൾക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഞെട്ടലുണ്ടാകുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ഓണറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി വാടകക്കാരനെ വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് കേൾക്കുന്നു. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ആകെ വിഷമമാകുന്നുണ്ട്. അപ്പോൾ ഓണർ പറയുന്നുണ്ട്, പിന്നല്ലാതെ മറ്റൊരാളുടെ വീട് അയാളുടെയാന്ന് പറഞ്ഞ് വിറ്റാൽ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കില്ലേ? ഈ വീടിൻ്റെ യഥാർത്ഥ ഓണർ ഞാനാണ്. 2 മാസം വാടക പോലും തന്നിട്ടില്ല. അങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് അവർ പോയത്. ഈ വീട്ടിൽ പുതിയ ആൾക്കാർ വന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി തലകറങ്ങി വീഴുന്നുണ്ട്. ശ്രുതിയും വളരെ സങ്കടത്തോടെ 30 ലക്ഷം രൂപ അവർക്ക് കൊടുത്തെന്ന് ഓണറിനോട് പറയുമ്പോൾ, അത് ഞാൻ ഉത്തരവാദിയാണോ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഓണർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പോലീസും വരുന്നുണ്ട്. പോലീസ് 30 ലക്ഷം രൂപ തട്ടിയവരെ പറ്റി പറയുകയാണ്. അവർ നേരത്തെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും അവരെ ഞങ്ങൾ തിരയുകയാണെന്നും പോലീസ് പറയുന്നു. പിന്നീട് രവീന്ദ്രനോടും സച്ചിയോടും ശ്രുതിയോടും അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും സച്ചിയും രവീന്ദ്രനും രേവതിയും എല്ലാം അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്.